ഗൈസ്, അപ്പൊ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് നമ്മളിവിടെ ആരംഭിക്കാൻ പോവാണ്. നമ്മളുടെ കൂടെ ഇന്ന് രണ്ട് വിശിഷ്ടാതിഥികളാണ് കൊടുങ്ങല്ലൂർ എത്തിയിരിക്കുന്നത്. രണ്ടല്ല, നാല് പാവടക്കം. ഓക്കെ, അന്നമ്മയും ഡിബിനും നമ്മളുടെ കുര്യനും ഇവിടെ എത്തിയിട്ടുണ്ട്. അത് കൂടാതെ നമ്മളുടെ സ്വന്തം അലക്സും ഇവിടെയുണ്ട്. അവനൊരു AI സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്, ഭയങ്കര തലയുള്ള മനുഷ്യനാണ്. അപ്പൊ അവരൊക്കെ നമുക്ക് പരിചയപ്പെടാം. നമ്മൾ ഇന്ന് എറണാകുളത്തേക്ക് പോവുകയാണ്. അതിന്റെ വിശേഷങ്ങളും സംഭവങ്ങളും അടങ്ങുന്ന ഒരു സൈക്കിഡ്ലിക് വ്ളോഗ് ആയിരിക്കും നിങ്ങളുടെ മുമ്പിലേക്ക് വ്ളോഗ് ആയിരിക്കും നിങ്ങളുടെ മുമ്പിലേക്ക് വരാൻ പോകുന്നത്. സോ ലെറ്റ്സ് സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്, അല്ലേ? വിത്ത് പോപ്കോൺ. ഇതാരാണ് വന്നിരിക്കുന്നത്? നമ്മളുടെ ഡിബിച്ചൻ ഇവിടെ എത്തിയിട്ടുണ്ട്, അന്ന പിന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. നെയ്തൻ വാവ് ഇവിടെ വന്നിട്ടുണ്ട്. ഡിബിന് എങ്ങനെയുണ്ടാ ഞങ്ങളുടെ നാടും വീടും പരിസരവും? ഞാൻ വന്നിട്ടുണ്ട്. പ്രകൃതി സുരഭിയിൽ എന്നൊക്കെ പറയാം. അടിപൊളി. ഞാൻ കോട്ടയം കണ്ടു, എന്താ പറയാ, ആലപ്പുഴയും കണ്ടു. ഇവിടേക്ക് വരുമ്പോ പുഴയും മറ്റേ ചുരവും. അടിപൊളി. അന്ന പിന്നെ എന്തിന്റെ വിശേഷങ്ങൾ? ഇഷ്ടമുണ്ടോ? ഹോം മെയ്ഡ് കുറച്ച് സംഭവങ്ങളുണ്ട്, അത് ആദ്യം തരാം. ഓക്കെ ഓക്കെ. നമ്മുടെ അലക്സ് വീടുണ്ട്. എടാ സുഖല്ലടാ? നിന്റെ ക്യാമറ കിട്ടണമെങ്കിൽ പൊക്കണം, അത്രയ്ക്ക് വീടായി പോയി നിനക്ക്. അല്ല സോറി, എനിക്ക് വീരം കുറവായതുകൊണ്ട്. കുത്തിരിക്ക് എങ്ങനെയാണ് ഞങ്ങളുടെ നാടും വീടൊക്കെ? അടിപൊളിയുണ്ട്. നല്ല വഴി, നല്ല സ്ഥലം, കൊടുങ്ങല്ലൂർ അടിപൊളി സ്ഥലം. പൊന്നെ, ഇവൻ AI എഞ്ചിനീയർ ആട്ടോ. ഇതിന്റെ AI സുഹൃത്തുക്കളോട് എന്താ പറയാനുള്ളത്? വളരെ വളരെ സന്തോഷം. ഞാൻ ഏന്ന് മാറാൻ നിൽക്കുകയാണ്. ആണോ? ഓക്കെ, വരാട്ടോ, അതേ വരണേ. അപ്പൊ നമ്മൾ നേരെ അടുക്കളയിലേക്കാണ് പോകുന്നത്. അപ്പൊ നമ്മുടെ പലഹാര പദാർത്ഥങ്ങളുമായി ഇവ വരുന്നുണ്ട്. എല്ലാം സെറ്റ് അല്ലേ? ഒക്കെ സെറ്റാ. പപ്സ് എവിടെടാ? പപ്സ് ഇല്ല, ഇത് എന്റെ പപ്സ് അല്ലടാ. പപ്സ് അല്ല, ഇത് അടിപൊളി സാധനമാണ്. എനിക്ക് ഇഷ്ടപ്പെടും. ഞങ്ങൾ എന്ത് ഇഷ്ടപ്പെടും. ഇത് ഹോം മെയ്ഡ് പഴംപൊരി, ഇത് ഹോം മെയ്ഡ് ചിക്കൻ റോൾ. ചിക്കൻ റോൾ കൊടുക്കും. എടാ, നിനക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് വാങ്ങിയതാണ്. എങ്ങനെയുണ്ട്? ഹോം മെയ്ഡാ സംഭവം. അമ്മ ഉണ്ടാക്കിയതാ. അമ്മയുടെ ഒരു കൈപ്പുണ്യം തോന്നല്ലേ? അമ്മയുടെ ബട്ടർ പേപ്പർ ഉണ്ടായിരുന്ന ആരുടെയോ അമ്മ. മെരിമാർക്ക് പഴംപൊരി എല്ലാം കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞു. ഇതാണ് നെയ്യിൽ പൊരിച്ച പഴംപൊരിയാ. കഴിച്ചു നോക്കിയാ. നവ്യ ബേക്കറിയിലത്തെ അമ്മ. പിന്നെ കൊടുങ്ങല്ലൂർ എല്ലാം കിട്ടും. പരിപ്പുവട, ഉഴുന്നുവട, സമൂസ, സൂപ്പർ ഗുഡ് അല്ലേ? എടാ ഇത് അടിപൊളി സാധനമാണ്. ചിക്കൻ വീട്ടിലുണ്ടാക്കിയതാ. അതെ അതെ. അത് വെറൈറ്റിക്ക് വേണ്ടിട്ട്. ഇത് അതിലും കോസ്റ്റ്ലിയാ. പിന്നെ നീ അതവിടെ വെച്ച, നീ തിന്നണ്ട. എടാ, ഇനി വേറൊരു സ്പെഷ്യൽ ഐറ്റം വരാണ്ട്. മുന്തിരിയുടെ ഒരു സ്പെഷ്യൽ സാധനം. ജ്യൂസ് ആണ്, പക്ഷെ ഇതുവരെ നീ കഴിക്കാത്ത ടൈപ്പ് ഒരു സാധനമാണ്. വെറൈറ്റി ഹോം മെയ്ഡ്. അന്നമ്മേ, ഹോം മെയ്ഡ് ചൈനീസാ. ഓ, ബീനിയാണോ വരുന്നത്? അമ്മയുടെ പെണ്ണ് കാണൽ ഓർമ്മിപ്പിച്ചുകൊണ്ട് അമ്മ ഉണ്ടാക്കിയ ഹോം മെയ്ഡ് ജ്യൂസ് ആയിട്ടാ വരുന്നത്. ഹോം മെയ്ഡ് ജ്യൂസ് ഭയങ്കര രസമുള്ള. എല്ലാം ഹോം മെയ്ഡ്. ഇവിടെ പുറത്തുനിന്നൊന്നും കൊണ്ടില്ല. എടാ, ഇത് ഇത്രയും അതുള്ളൊരു സംഭവം നീ കഴിച്ചിട്ടുണ്ടാവില്ല. വെറൈറ്റി ടേസ്റ്റ്. എന്തൊക്കെ ഇതിന്റെ അകത്ത് ഇൻഗ്രീഡിയൻസ് എന്ന് പറയാൻ കഴിച്ചിട്ട്. എങ്ങനെയുണ്ട് സാധനം? എങ്ങനെയുണ്ട്? കഷ്കഷ് കിട്ടിയത് നിങ്ങൾക്ക്? കസ്കസ് കിട്ടിയിട്ടില്ല. അതിന്റെ അകത്ത് താഴെ വരുമ്പോ കിട്ടും. എടാ, ഇതൊരു സ്പെഷ്യൽ ടൈപ്പ് ഹോം മെയ്ഡ് മുന്തിരി ജ്യൂസ് വിത്ത് മിൽക്ക്. അപ്പുറത്തെ കടയിൽ കിട്ടും 30 രൂപയുള്ള ഒരു ഗ്ലാസ്സിന്. സാധനം എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അങ്ങനെയൊന്നുമില്ല, എന്ത് പേരാണെങ്കിലും വിളിക്കാം. പാലിനെങ്ങനെ ലസ്സി പറഞ്ഞ? മോരല്ലേ, തൈരല്ലേ? ഓ, ലസ്സി കഴിച്ചിട്ടില്ല. ഗുജറാത്തിലായിട്ട് അതെ, ഗുജറാത്തിൽ പോയിട്ട് ലസ്സി കഴിച്ചിട്ടില്ല. എന്താണത് ലസ്സി വാങ്ങിക്കൊടുക്കാൻ? ഞാൻ ഗുജറാത്തിൽ പേരറിയാത്തോണ്ടല്ലേ. അന്നമേ കുടിച്ചിട്ട് അഭിപ്രായം പറ 2 വാക്കില്. ഇത്രയും ടേസ്റ്റുള്ള ഒരു ജ്യൂസ് കുടിച്ചിട്ടുണ്ടാവില്ല. 10 പെരുമാറിന് നീ കുടിച്ചില്ലടി. നിനക്ക് സ്പെഷ്യൽ ആയിട്ട് ഞാൻ വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ട്. ഹാഫ് ഞാൻ കുടിക്കും. നല്ലതാ. അന്നത്തെ മറ്റേ നിങ്ങളൊരു സ്ഥലത്ത് കൊണ്ടുപോയില്ല അന്ന്, ഇരുന്നാലക്കൂടെ, അതിനേക്കാളും രസമുണ്ട്. നമ്മൾ മുന്നിച്ചേട്ടനെ വാതിലിന്റെ അകത്താക്കി അടച്ചിട്ടിരിക്കുക. അവനെ പുറത്തേക്ക് വിടാനുള്ള. എന്ത് പറ്റില്ല നിനക്ക്? എന്നാൽ നിന്നെന്താണ് ആരും കാണാനൊന്നും? നിനക്ക് വല്ല മറ്റേ എന്താ അസുഖത്തിന് വരും? മുന്നിച്ചേട്ടന് വയ്യാണ്ടിരിക്കട്ടോ, പനി പിടിച്ചിരിക്കയാണ്, പേടിച്ചിട്ട്. ഓക്കെ അല്ലേ? നീ അത്രക്ക് നീങ്ങി നിക്കണ്ട. നീ പുറത്തേക്ക് വന്ന കൊഴപ്പൊന്നുമില്ല. കണ്ടടി, അവന്റെ ആ സ്നേഹം കണ്ട. വാവിലുണ്ട്, റിലേറ്റ് ചെയ്യാൻ പറ്റും.
പക്ഷെ കഴിച്ചത് ബിരിയാണി ഉച്ചക്ക്. എനിക്കറിയാം കഞ്ഞില്ലേ. അവന്റെ മൂത്തോക്കി കഞ്ഞിയല്ലേ എന്നാ. അങ്ങനെ മുന്നൂനെ നമ്മൾ ഈ വാതിലിന്റെ പൂട്ടിയിട്ടിരിക്കണ കേസ്. അങ്ങനെയുണ്ട് പുതുമണവാളിനും പുതുമണവാട്ടി. ഇവരാ പുതുമണവാളിനും മണവാട്ടി. ഇവരൊരു കുഞ്ഞിന്റെ അപ്പനും അമ്മയും. ഇവരുടെ അനിയത്ത് 2 വാക്ക്. കുഞ്ഞാവേനെ നല്ല മിക്കത്തിനായിട്ട് വത്തളന്ന്. ഇനി കൊറേ നാള് കഴിഞ്ഞിട്ടല്ലേ വാവേനെ ഇങ്ങോട്ട് നാട്ടിലേക്ക് എത്തിക്കുള്ളൂന്ന് ഡിബിനോട്. എന്നാലും കാങ്ങള് പോയി കഴിയുമ്പോഴേ ഭയങ്കര ബുദ്ധിമുട്ടാടാ. നമുക്കിപ്പോ അറിയാം. മൊബൈലില് കണ്ടതാ. അത് കാണുമ്പോ എന്തൊരു സുഖാന്നറിയോ. അത് കഴിയുമ്പോ ഭയങ്കര സങ്കടം വരും നമുക്ക്. പോവല്ലടാ, ഇനിയിപ്പോ എങ്ങോട്ടാ? എറണാകുളം. അപ്പൊ അമ്മ പോയിട്ട് വരാം. സന്തോഷായിട്ടിരിക്കുക. ആ കുഞ്ഞിനെ കൊടുത്തേക്കെ. വരുന്നില്ലല്ലോ. മലയാളി പയ്യനായിട്ട് വളരാന്ന് ഇവിടെ അല്ലേ? അങ്ങനെ പൊക്കോട്ടെ. അവൻ വരുന്നില്ലാന്ന്. അവൻ അമ്മാമ്മര് ഇവിടെ നിക്കാന്. പോന്നോ കുറച്ച് സ്ട്രൈറ്റ് ആക്കിക്കോട്ടെ ഡിബിനെ. ശരി എന്നാ പോയിട്ട് വരാം മിസ് പീന. ഓക്കേടാ. ഓക്കെ. എന്തായി? മാംഗോ സ്റ്റിക്ക് റൈസ് ഒരെണ്ണം പറഞ്ഞിട്ടുണ്ട്. ഫ്രഞ്ച് ഫ്രൈസ് പറയണം. ലോഡഡ് ഫ്രഞ്ച് ഫ്രൈസ് പറയണം. പിന്നെ പനീർ എനിക്കൊരു ക്ലാസിക് ഐസ്ഡ് കഫലാട്ട്. ഇതിനകത്ത് മിൽക്കുള്ളതാണ്. എന്നാ പിന്നെ അതായിക്കോട്ടെ, സ്പാനിഷ് ലാറ്റ് ആയിക്കോട്ടെ. എല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ട്. കിട്ടിയാൽ മതി വേഗം. വിശപ്പുണ്ട്. 2:30 സമയമായി. അതുകൊണ്ട് എല്ലാവർക്കും നല്ല വിശപ്പുണ്ട്. ഇവൻ പിടിച്ചാലുണ്ടാ. ഞാൻ എങ്ങനെ അവന്റെ കയ്യിൽ നിന്ന് വിട്ടാലോ എന്ന് വിചാരിച്ച് നമ്മുടെ ചുരിദാർ പിടിക്കാം. ഓക്കെ, അന്നമ്മ സെറ്റാണോ? വിശക്കണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഒട്ടും എനർജി ഇല്ലല്ലോ. മാംഗോ സ്റ്റിക്കി റൈസ്, PB&J എന്ന് വെച്ചാൽ പീനട്ട് ബട്ടർ ജെല്ലി സാൻഡ്വിച്ച്, പിന്നെ നാഷ്വില്ലെ ബർഗർ, ഗുബു, പിന്നെ ഗുഡ് ബോയ്. പിന്നെ മാംഗോ സ്മൂതി, പിന്നെ ഗ്രിൽഡ് ചിക്കൻ. ചേട്ടാക്കി വേണ്ടി. എല്ലാം ഇംഗ്ലീഷ് ആണെങ്കിലും ഒരു തായ് സാധനം ഉണ്ടെന്ന് പറയാം. മാംഗോ സ്റ്റിക്ക് റൈസ്. നിന്റെ ഗേൾഫ്രണ്ടിന്റെ അടുത്ത് എന്താ പറയാനുള്ളത്? അന്വേഷിച്ചോണ്ടിരിക്കുകയാണ് ഞാൻ. ആരെങ്കിലും കിട്ടുവാണെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കുക. എന്റെ പ്രൊഫൈൽ ചേച്ചിയുടെ അക്കൗണ്ടിൽ പോയി കിട്ടുന്നതായിരിക്കും. നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കണം. നമ്പർ ഇൻസ്റ്റ വഴി നമുക്ക് പരിചയപ്പെട്ടിട്ട് പോകുന്നതായിരിക്കും കുറച്ച് എളുപ്പം. നീയൊക്കെ പിന്നെ 2 നമ്പർ ഇപ്പോഴും പറ്റില്ല. നിങ്ങളുടെ വൈബിലേക്ക് എനിക്ക് എത്താൻ വല്ല വഴിയുണ്ടോ? നമ്മളൊരു വൈബല്ലേ? जगमगाते हैं झिलमिलाते हैं अपने रास्ते, ये खुशी रहे रोशनी रहे अपने वास्ते. जगमगाते हैं झिलमिलाते हैं अपने रास्ते, ये खुशी रहे रोशनी रहे अपने वास्ते. ഗൈസ്, അങ്ങനെ നമ്മുടെ ഫുഡ് അടി പരിപാടിയൊക്കെ കഴിഞ്ഞു. നമ്മുടെ ഒരു കസിൻ കൂടി വരും കേട്ടോ. നീ നമ്മള് ലുലുവിന്റെ അവിടേക്ക് പോവാന്നാണ് മനസ്സ് പറയണേ. എനിക്ക് കണ്ണാടി സൂപ്പർ ആയിട്ട് കയറിയിട്ടുണ്ട്. നീ ഇവിടെ 2-3 ഫോട്ടോ എടുക്കുന്നില്ല? ശരിക്കും അടിപൊളിയായിട്ട് കണ്ടു. എന്റെ മോനെ, മോസ്റ്റ് എലിജിബിൾ ബാച്ചിലർ എന്ന് പറഞ്ഞു കൊടുക്കാൻ തന്നെ. എടാ ഞാൻ പറയണെങ്കിൽ ഈ ഫോട്ടോ എടുത്ത് എനിക്ക് മാട്രിമോണി സൈറ്റിൽ വിടാം. അല്ലാണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടാൽ മതി. നീ അങ്ങോട്ട് പോയിട്ട് തിരിഞ്ഞു നോക്കണേ. അവിടെ ഒരു നല്ല മിറർ ഉണ്ടായിരുന്നു. നമുക്ക് നല്ലൊരു മിറർ സെൽഫി എടുക്കായിരുന്നു. മറ്റേ പുതിയ മോൾ വന്നിട്ടുണ്ടല്ലോ, ഫോറം മോൾ. അത് കുറച്ച് നാളായി. മറ്റേ ഇതിൽ പോണോ? അലക്സ് ഒരു സ്ഥലം പറഞ്ഞു, മറ്റേ ഫ്ലൈറ്റ് ലാൻഡ് ആകുന്ന സ്ഥലം. ഗൈസ്, അപ്പൊ നമ്മുടെ ഫോട്ടോഷൂട്ട് പരിപാടികളൊക്കെ ഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനുശേഷം നമ്മൾ നേരെ മിക്കവാറും ലുലു മാളിലേക്കായിരിക്കും പോകുന്നത്. അറിയില്ല, ഇപ്പോഴും ഡിസൈഡ് ചെയ്തിട്ടില്ല. എന്തായാലും കാണാം ഗൈസ്. നമ്മളിപ്പോ എങ്ങോട്ടാ പോണത്? നഖം ചെയ്യാൻ. നഖം എന്ത് ചെയ്യാൻ? എക്സ്റ്റൻഷൻ ഒന്നും ഇല്ല, ഒന്ന് വൃത്തിയാക്കാൻ. ഞാൻ ഉദ്ദേശിച്ചത് ഇതിപ്പോ ഷേപ്പ് ചെയ്ത് വരുമ്പോ ഒന്നും കൂടി കുറയൂലേ? അപ്പോയിന്റ്മെന്റ് എടുക്കണം. അപ്പൊ അതുകൊണ്ട് നാളെ വരാൻ. നിന്റെ നഖം എന്തെങ്കിലും ചെയ്യണോടാ? ഇല്ല, കുഴപ്പമില്ലെന്ന് തോന്നുന്നു. അപ്പൊ നമ്മള് ലുലുവിൽ വന്നേക്കാം. അപ്പൊ എന്റെ ഫൗണ്ടേഷൻ തീർന്നു ആക്ച്വലി. അപ്പൊ ഫൗണ്ടേഷൻ വാങ്ങിക്കണം. ഞാൻ അവരെ നോക്കി, ഫൗണ്ടേഷൻ നമുക്ക് ഓൺലൈൻ വാങ്ങിക്കാൻ പറ്റില്ലല്ലോ, നമ്മുടെ കളർ അറിഞ്ഞാലേ വാങ്ങിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് അയച്ചേട്ടൻ വിചാരിക്കണ്ടാവല്ലേ വീട്ടിലേക്ക് കണക്കിന് നയിക്കട വെട്ടി വരുന്നുണ്ട്. പിന്നെ ഇവിടെ വന്ന് വീണ്ടും നോക്കണം. ഫിസിക്കൽ സ്റ്റോർ നമ്മൾ ഫിസിക്കലായിട്ട് നോക്കിയാലോ നമ്മുടെ കറക്റ്റ് ഫൗണ്ടേഷൻ കിട്ടുള്ളൂ. അതുകൊണ്ട് ലെറ്റ്സ് ഗോ ഷോപ്പ് സം അല്ല 1 ഫൗണ്ടേഷൻ. നൈക്കി
വഴിക്ക് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. കുറച്ച് വേറെ നമ്മളൊരു സാധനം വാങ്ങിക്കാൻ പോയാൽ വേറെ 2-3 സാധനങ്ങൾ കൂടി വാങ്ങിക്കുമല്ലോ. അപ്പം അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങി, കുറേ അല്ല ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങി. ഇപ്പം ഡിബിന അതിൻ്റെ ഇടയിൽ വർക്ക് വന്നു. അപ്പം അവൻ സ്റ്റാർബക്സിൽ പോയി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് അങ്ങോട്ട് പോകാം. ഇവിടെ ഉണ്ടോടാ വെസ്റ്റ് സൈഡിന്റെ അപ്പുറത്ത് വീട്ടിൽ മറ്റേ ബോഡി വാഷ് തീർന്നു. ഒരേ സമയം ലാപ്ടോപ്പിലും മൊബൈലിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡിബിൻ. അങ്ങനെ നമ്മൾ വെസ്റ്റ് സൈഡിലേക്ക് പോകാൻ പോവാം. അവരവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, നമ്മൾ അവരെ വർക്ക് ചെയ്യുന്ന നോക്കിയിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് വെസ്റ്റ് സൈഡിൽ പോവാം. कभी ना बीते चमकीले दिन बीत जाता है हम ना रहे कभी यारों के बन. ഇതെവിടെയും കണ്ട ഓർമ്മയുണ്ടോ എൻ്റെ ഈസ്റ്റർ ഉടുപ്പ്? അന്ന ചോദിച്ചേ ഡിബിനെ, ഞാൻ ഡെലിവറി കഴിഞ്ഞപ്പോ ഏത് ഡ്രസ് ഇട്ടിട്ടാ ഡിസ്ചാർജ് ആയെന്ന് ചോദിച്ചേ. അപ്പൊ അവൻ പറയണേ, നീ ഒരു മഞ്ഞ പോലത്തെ ക്രീമല്ലാത്ത പച്ച. അവൻ ശരിക്കും പറഞ്ഞേ, ഞങ്ങള് ചിരിച്ചിരിച്ചു അപ്പൊ എല്ലാ കളർ ആയല്ലോ. അതിന്റെ ബ്ലൂ. ഇതേതാ സൈസ്? ഇത് നീ നോക്കണല്ലേ, എനിക്ക് വേണ്ടേ? എനിക്ക് വേണ്ട, എനിക്ക് മാർക്ക് ആൻഡ് സ്പെൻസറിൽ നിന്ന് ഒരു സാധനം വാങ്ങിക്കണം. ക്യാമറ എന്നെ നോക്കാം. വെൽക്കം. നീ ക്യാമറ മുടി കെട്ടിയാ? മുടി വെട്ടി ഗ്ലാമർ ആവാനുള്ള വഴിയില്ല, വണ്ണം വെക്കേ ചെയ്ത് ഡ്രസ് ഫിറ്റ്. മറ്റേ അതെന്താ നമ്മുടെ കുട്ടിക്ക് കൊറിയൻ ഫുഡ് കഴിക്കാൻ ഒരു ആഗ്രഹം. കൊറിയൻ ഫുഡ് അല്ല, പക്ഷെ കൊറിയൻ സ്റ്റൈലില് മെക്ഡൊണാൾഡ്സ് അവള് ചിക്കൻ വിങ്സും പിന്നെ എന്തോ ഒരു പുളിപ്പുള്ള ജ്യൂസും കഴിക്കുന്നുണ്ട് അവളിരുന്ന്. ദിയയുടെ ഫ്രണ്ട്സ് ഒക്കെ വിളിക്കുന്ന പേര് പറഞ്ഞടിവേ. ഷിങ്ഷാങ് ഷൂ. ദീപിക പടുക്കൊണ്ടല്ലേ വിളിക്കുന്നത്? അത് ഞങ്ങള് നമ്മളെ വിളിക്കണല്ലേ. എന്നെ എന്താ പ്രശ്നം? അയ്യോടാ. അങ്ങനെ ഇന്ന് നല്ല അടിപൊളി ദിവസമായിരുന്നു, നല്ല ടയറിംഗ് ആയിരുന്നു. ലാസ്റ്റ് ഒക്കെ ആയിപ്പോയിക്കും വോയിസ് ഒന്നും ഇല്ല ഇപ്പൊ സംസാരിക്കാനായിട്ട്. തളർന്ന അവശരായി നമ്മൾ വീട്ടിൽ വന്നിട്ടുണ്ട്. വാവ അവിടെ കുളിച്ച് റെഡിയായി ഉറങ്ങാൻ വേണ്ടി പോകുന്നു. നമ്മളും കുളിച്ച് ഫ്രഷ് ആയിട്ട് ഉറങ്ങാൻ വേണ്ടി പോവാണ്. അപ്പൊ ഇന്നത്തെ ദിവസം എന്ന് വെച്ചൊരു വൈബ് ഡേ ആയിരുന്നു. നമ്മള് അപ്പൊ ഡിന്നറൊക്കെ കഴിച്ചായിരുന്നു, അതൊന്നും വിഷ്വൽ എടുക്കാൻ പറ്റിയില്ല. അപ്പോഴേക്കും നമ്മുടെ എനർജി ഫുൾ ഡ്രെയിൻ ഔട്ട് ആയി. അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നല്ല വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. ബൈ. അത്താണ്. कभी ना